ചണ്ഡീഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ ജയിലിലാണ്. സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതയും. അവർ കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളാണ്. അവർക്ക് എതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റമെന്ന് പറയുന്നത് അതിഭീകരമായ കുറ്റങ്ങളുമാണ്. ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യം. ഒന്ന് മനുഷ്യക്കടത്തായിരുന്നു. വൈകുന്നേരം 3:50 അടുത്ത് അവർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ റെയിൽവേ പോലീസ് തടഞ്ഞു വെച്ചു. ബജ്രംഗ് ദൾ പ്രവർത്തകർ വന്ന് അവരെ കയ്യേറ്റം ചെയ്തു. എന്നിട്ട് കേസെടുക്കണം, ഇവരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അവരെ കസ്റ്റഡിയിലെടുത്തപ്പോൾ പോലീസ് ഇട്ട FIR-ൽ അവർക്കെതിരെ ചുമത്തിയിരുന്ന കുറ്റം മനുഷ്യക്കടത്താണ്. 3 യുവതികളെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്ന കുറ്റമാണ്. അവരപ്പോൾ രേഖകളൊക്കെ കാണിച്ചു. യുവതികളുടെ വീട്ടുകാർ സമർപ്പിച്ച യാത്രാ അനുമതി രേഖയൊക്കെ പോലീസിനെ കാണിച്ചിട്ടും പോലീസ് വിശ്വസിച്ചില്ല. ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ നിർബന്ധത്തിന് വഴങ്ങി പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തു. എന്നിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ഒരു 5:30 മണിയൊക്കെ ആയപ്പോൾ FIR അവർ തിരുത്തിയപ്പോൾ അതിനകത്ത് മറ്റൊരു വകുപ്പ് കൂടി എഴുതി ചേർത്തു: നിർബന്ധിത മതപരിവർത്തനം. അതിന് ചണ്ഡീഗഡ് മുഖ്യമന്ത്രിയൊക്കെ പിന്താങ്ങുകയും ചെയ്തു. എന്താണ്, ഈ കന്യാസ്ത്രീകൾ അവിടെ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു എന്നൊക്കെ ആണ് ആരോപണം. ഇത് ശരിയാണോ തെറ്റാണോ എന്നതാണ് വലിയൊരു ചോദ്യം. അവിടെ കന്യാസ്ത്രീകൾ മിഷണറി പ്രവർത്തനം നടത്തുന്നുണ്ട്, നിർധനരായ ആളുകൾക്ക് തൊഴിൽ നൽകുന്നുണ്ട്, വിദ്യാഭ്യാസം നൽകുന്നുണ്ട്, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നുണ്ട്. മതപരിവർത്തനം എന്ന് പറയുന്നത് എത്രയോ കാലമായി കത്തോലിക്ക സഭ ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പച്ച പരമാർത്ഥം. നിർബന്ധിത മതപരിവർത്തനമോ ഇല്ല. ആളുകൾക്ക് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ആളുകൾ ഏതെങ്കിലും ഇടവകയിൽ പോയി മാമോദിസ മുങ്ങി ക്രിസ്ത്യാനി ആകുന്നെങ്കിൽ ആയി. ക്രിസ്ത്യാനികളുടെ എണ്ണം പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നിർബന്ധിത മതപരിവർത്തനം എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. ആ അവസരത്തിലാണ് ഈ കന്യാസ്ത്രീകൾക്കെതിരെ നിർബന്ധിത മതപരിവർത്തന കുറ്റം കൂടി ചണ്ഡീഗഡ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ശരിയായ രീതിയല്ല എന്ന് സമൂഹത്തിൽ ഒന്നടങ്കം ആളുകൾ പറഞ്ഞു തുടങ്ങി. ബിഷപ്പുമാർ മാത്രമല്ല, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസും KCBCയും ഒക്കെ എതിർപ്പുമായി രംഗത്തെത്തി. അവർ പറഞ്ഞു, ഇങ്ങനെ മൗനം പാലിച്ചിരുന്നാൽ, കേന്ദ്രം മൗനം പാലിച്ചിരുന്നു കഴിഞ്ഞാൽ പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുമെന്ന് അവർ പ്രഖ്യാപിച്ചു. എന്നാൽ നമുക്കിവിടുന്ന് 2 കേന്ദ്ര സഹമന്ത്രിമാരുണ്ട്. ഒന്ന് സുരേഷ് ഗോപിയും ഒന്ന് ജോർജ് കുര്യനുമാണ്. ജോർജ് കുര്യൻ ക്രിസ്ത്യാനി കൂടിയാണ്. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ അയാൾക്ക് വികാരമങ്ങ് ആളിക്കത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഇടയ്ക്ക് നമുക്കറിയാം, കഴിഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ സീസണിലൊക്കെ ഉണ്ടായ വിവാദങ്ങളിലൊക്കെ ജോർജ് കുര്യൻ്റെ നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ നാടകങ്ങളൊക്കെ നാട്യങ്ങൾ നമ്മൾ കണ്ടതാണ്. കുരിശെന്ന് കേട്ടാൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന തിളപ്പ്, അതെ, മുനമ്പം വിഷയം വന്നപ്പോഴൊക്കെ അദ്ദേഹം പാർലമെന്റിൽ ഒളിച്ചിരുന്ന സംഭവമൊക്കെ, ബ്രിട്ടാസിന്റെ പ്രസംഗമൊക്കെ നമുക്ക് കൃത്യമായി ഓർമ്മ വരുന്നതാണ്. ഇപ്പോൾ ജോർജ് കുര്യൻ പറഞ്ഞു, കോടതിയിൽ നിലനിൽക്കുന്ന കേസായതുകൊണ്ട് ഇപ്പോൾ ഇതിന് മറുപടി പറയുന്നില്ല, കോടതി തീരുമാനിക്കട്ടെ എന്നാണ് അദ്ദേഹം കൈകഴുകി ഒഴിയുന്നത്. സുരേഷ് ഗോപിയാകട്ടെ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ഇപ്പോഴും 2 കന്യാസ്ത്രീകൾ അവിടെ ജയിലിലാണ്. ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. KCBC പറയുന്നതും CBC, അതായത് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് പറയുന്നതും ജാമ്യ ഹർജി നൽകുന്നതിൽ കാലതാമസമൊന്നും നേരിട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത് എങ്ങനെയാണ് രാഷ്ട്രീയമായി മുതലാക്കപ്പെടുന്നത്? BJP എന്ത് നയമാണ് സ്വീകരിക്കുന്നത്? കേരളത്തിലെ അരമനകളിൽ അങ്ങോളം ഇങ്ങോളം കയറി ഇറങ്ങി വൈദികരെയും ഷമ്മാശന്മാരെയും മാത്രമല്ല മേലധ്യക്ഷന്മാരെയും കണ്ട് വോട്ടുറപ്പിക്കാനും ന്യൂനപക്ഷ പ്രീണനത്തിനും BJP പുതിയ തന്ത്രങ്ങൾ മെനയുന്ന അവസരത്തിലാണ് ഇത് നടന്നത്. ഉത്തരേന്ത്യയിൽ ഇത് നടന്നത്, മധ്യപ്രദേശിലും ഈ ഒഡീഷ, ഇങ്ങനെയുള്ള ഛത്തീസ്ഗഡ്, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത് നടക്കുന്നത്, ഇങ്ങനെ ന്യൂനപക്ഷ പീഡനം നടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് രാജീവ് ചന്ദ്രശേഖർജി ദേശീയ നേതാക്കളോട് പറഞ്ഞു, കേരളത്തിൽ BJPക്ക് മേൽക്കൈ ഉണ്ടാവണമെങ്കിൽ, കേരളത്തിൽ BJP ഒരു വലിയ ശക്തിയായി മാറണമെങ്കിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ സഹകരണം അത്യാവശ്യമാണ്. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്തിയാൽ മാത്രമേ BJPക്ക് കൂടുതൽ സീറ്റുകളൊക്കെ നേടാൻ കഴിയുകയുള്ളൂ, വോട്ട് പാറ്റേൺ മാറുകയുള്ളൂ എന്ന് രാജീവ് ചന്ദ്രശേഖർജി കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു. അതുകൊണ്ട് ഇമാതിരിയുള്ള കാര്യങ്ങൾ, ക്രിസ്ത്യൻ വേട്ട കുറച്ച് നാളത്തേക്കെങ്കിലും ബജ്രംഗ് ദൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേ അവസരം തന്നെ ബജ്രംഗ് ദൾ രാജ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതുകൊണ്ട് ബജ്രംഗ് ദളിനെ ആവശ്യമെങ്കിൽ നിരോധിക്കണമെന്ന് ക്രൈസ്തവ സംഘടനകളും ആവശ്യപ്പെടുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം 2014 മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകൾ, ഭീകരമായ ക്രിസ്ത്യൻ ആക്രമണ കണക്കുകൾ ചർച്ചയാക്കപ്പെടുന്നത്.
4316 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ക്രിസ്ത്യാനികൾക്ക് നേരെ നടന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾ മാത്രം നോക്കുകയാണെങ്കിൽ 247 കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുണ്ട് ഇന്ത്യയിൽ. ഈ ഒരു അവസരത്തിൽ രാജ്യത്തെ ക്രിസ്ത്യാനികൾ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചാൽ ഒട്ടും സുരക്ഷിതരല്ല, ശുഭകരമല്ല. കേരളത്തിന് പുറത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ കാര്യം കട്ടപ്പുക എന്ന് വരുന്ന തരത്തിലുള്ള കണക്കുകളാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ടിട്ടുള്ളത്. ഇതൊക്കെ രാജ്യത്ത് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്, എല്ലാ ആളുകൾക്കും അറിയാം. പക്ഷേ കേരളത്തിൽ BJPക്ക് ഒപ്പം നിന്നാലേ, അല്ലെങ്കിൽ കേരളത്തിലെ BJP നേതാക്കളെ ആലിംഗനം ചെയ്താലേ, ആശ്ലേഷിച്ചാലേ കാര്യങ്ങൾ നടപ്പിലാവുകയുള്ളൂ എന്ന ഒരു മൗഢ്യ ധാരണയിലാണ് അരമനകളുള്ളത്. അതുകൊണ്ടാണ് വി ശിവൻകുട്ടിയൊക്കെ പറഞ്ഞത്, നരേന്ദ്രമോദിക്കെതിരെ വിമർശന ലേഖനം എഴുതിയിട്ട് അരമനയിൽ പതുങ്ങിയിരുന്നാൽ ശരിയാകുമോ എന്ന് ചോദിച്ചത്. കാരണം കേന്ദ്രം ഭരിക്കുന്നത് BJP സർക്കാരാണ്, നരേന്ദ്രമോദി സർക്കാരാണ്. നരേന്ദ്രമോദി സർക്കാരിനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ കേരളത്തിലെ BJP ബാന്ധവം അരമനകൾക്ക് അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നാഴികയ്ക്ക് 40 വട്ടം മറ്റ് കേസുകൾ ED എന്നും മറ്റെന്നും മറിച്ചതെന്നും ഒക്കെ പറഞ്ഞ് കേരളത്തിലെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടാകാം. മുനമ്പത്ത് വഖഫ് ബോർഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വഖഫ് നിയമ ഭേദഗതി നടപ്പിലാകുന്നു. മുനമ്പത്ത് ഇഷ്യൂസ് ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്നു. അപ്പോഴാണ് RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ഒരു ലേഖനം വന്ന് പൊടുന്നനെ മാഞ്ഞുപോയത്. അടുത്ത ടാർഗറ്റ് ക്രിസ്ത്യൻ വിഭാഗത്തെയാണ്, ക്രിസ്ത്യാനികൾ കൈയടക്കി വച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നേരെയാണ് എന്നൊക്കെയുള്ള തരത്തിൽ ഓർഗനൈസറിൽ ലേഖനം വന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഭീതിയുടെ അന്തരീക്ഷം ക്രൈസ്തവ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. ഭീതി ക്രൈസ്തവ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട്. അത് ഒഴിവാക്കണമെങ്കിൽ ഇവിടെ BJP ബാന്ധവം അത്യന്താപേക്ഷിതമാണെന്ന് അരമനകൾക്കറിയാം. അരമനകളെ അങ്ങനെ നമുക്ക് തള്ളിപ്പറയാനും പറ്റുകയില്ല. അതുകൊണ്ടാണ് കന്യാസ്ത്രീകളെല്ല, ഇനി പട്ടക്കാരെ അറസ്റ്റ് ചെയ്താലും ഇവിടത്തെ അരമനകൾ അടച്ചുമൂടി മൗനം പാലിച്ചു തന്നെ ഇരിക്കും. പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും വാചകമടിക്കും എന്നല്ലാതെ BJP നേതാക്കളെ പിണക്കാൻ അരമനകൾ തയ്യാറാകില്ല.